തങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും തങ്ങളുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കുക, അങ്ങനെയാണ് തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ പാരൻസിന് അത് അറിയില്ല. ഓരോ പ്രായത്തിലും തങ്ങളുടെ കുട്ടികളെ ഓരോ കാര്യങ്ങള് അവരെ കേപ്പബിൾ ആക്കി എടുക്കുന്നതാണ് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. അല്ലാണ്ട് തങ്ങൾക്ക് കഴിയുന്ന കാലം വരേക്കും തങ്ങള് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കും എന്നുള്ള ആ ഒരു ഉള്ളിലുള്ള ഒരു ഒരു പ്രചോദനത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു വാശിയുടെ പുറത്തായിരിക്കും എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ ഈ പാരൻസിന് പ്രായമാകുമ്പോഴേക്കും മക്കളും അത്രയും വലുതായി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അവർ ആ ഒരു സാഹചര്യത്തോടായിരിക്കും അവർ അഡാപ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവുക. എങ്ങനെ എല്ലാ കാര്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. മനസ്സിലായോ? ഒരു 18, 19, 20 വയസ്സൊക്കെ പ്രായമാകുമ്പോഴേക്കും കുട്ടികളെ അവരുടെ കാര്യങ്ങളെ അവർക്ക് ചെയ്യാൻ അവർ പ്രാപ്തരാക്കി എടുക്കണം. ഒരു 18, 19, 20 വയസ്സ് പ്രായമൊക്കെ ആകുമ്പോഴേക്കും അവരുടെ കാര്യങ്ങൾ അവർക്ക് സ്വയം ചെയ്യാൻ സാധിക്കണം. കൂടാതെ വീട്ടിലുള്ള പല കാര്യങ്ങളെയും അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട്, തീരുമാനങ്ങളായാലും പ്രവർത്തികളായാലും അവരെയും കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. കുട്ടികളത് മനസ്സിലാക്കി പഠിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. നേരെ മറിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു വീടാണ്. പാരൻസ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഫുഡ് തയ്യാറാക്കി കൊടുക്കുന്നു, അവരുടെ ഡ്രസ്സ് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. കോളേജിൽ പോകുന്ന സമയത്ത് അവരുടെ ബുക്സ് എല്ലാം റെഡിയാക്കി വെക്കുന്നു. അല്ലെങ്കിൽ അവരുടെ എക്സാമിന്റെ ടൈം, ഡേറ്റ്, എല്ലാ കാര്യങ്ങളും പാരൻസ് ആണ് ഓർത്തിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അവിടെ ആ സിറ്റുവേഷനിൽ അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കുട്ടി എല്ലാം അനുസരിച്ച് പോരുന്നു, പാരൻസ് എല്ലാം ചെയ്തു കൊടുക്കുന്നു, വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുന്നു, വളരെ നല്ല ലവിങ് ഫാമിലി എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഒരു 26, 27 ഒക്കെ പ്രായമാകുമ്പോഴേക്കും കുട്ടികൾക്ക് അവര് തൻ്റെ ജീവിതത്തിലുണ്ടാവുന്ന ചെറിയ ചെറിയ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ പാനിക്കായി പോകും. വളരെ ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് അവർ മാറും. എന്തിനും അവർക്ക് വാലിഡേഷൻ വേണം, എന്തിനും അവർക്ക് സപ്പോർട്ട് വേണം. ചെറിയ ചെറിയ കാര്യങ്ങളായാലും അവർക്കത് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ടെൻഷൻ ആയിരിക്കും എപ്പോഴും. അപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ തകർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ വരും. അല്ലെങ്കിൽ വലിയ രീതിയിൽ അവരുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ആ സമയത്ത് സംഭവിക്കും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് അവർ ചെറിയ കുട്ടികളായിരിക്കുമ്പോഴേ അവർ ഇമോഷണലി അവർ സപ്പോർട്ട് ചെയ്യാനും, പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവർക്ക് വീണ്ടും ടാസ്കുകൾ കൊടുക്കാനും അവരെ കൂടെ നിന്നുകൊണ്ട് മെന്റലി സപ്പോർട്ട് ചെയ്യാനും പാരൻസിന് സാധിക്കണം. മനസ്സിലായോ? അപ്പോൾ പാരന്റിങ് എന്ന് പറയുമ്പോൾ അതൊരു ഒരിക്കലും ഒരു ഈസി ജോബ് അല്ല. എന്ന് വെച്ചിട്ട് അത് വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മളായിട്ടിരിക്കുക. അതുപോലെ തന്നെ കുട്ടികൾ ഓരോ പ്രായത്തിലും കുട്ടികൾക്ക് വേണ്ടത് എന്താണോ അത്തരത്തിലുള്ള ഒരു സപ്പോർട്ട്, അത്തരത്തിലുള്ള ഒരു ഗൈഡൻസ് ആണ് അവിടെ കൊടുക്കേണ്ടത്. അല്ലാണ്ട് ഒരു പാരന്റ് ആയി എന്ന് കഴിഞ്ഞിട്ട് ജീവിതകാലം മുഴുവനും ആ കുട്ടിക്ക് എന്താണോ വേണ്ടത് അതെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ ഞാൻ ഉത്തരവാദിത്തപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതിയല്ല ആ കുട്ടിയെ, തൻ്റെ കുട്ടിയെ ഇൻഡിപെൻഡന്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഓരോ ദിവസവും ഒരു പാരന്റ് ചെയ്യേണ്ടത്. താങ്ക് യു.